ഇന്നും ചുരുളഴിയാത്തൊരു സമസ്യയാണ്. പ്രേതമുണ്ടോ? പ്രേതമുണ്ടോ? ഉണ്ടോ? പ്രേതം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആത്മാവുണ്ടോ? ആത്മാവുണ്ടോ എന്ന് എനിക്കറിയില്ല. എനർജി ഉണ്ടോ? എനർജി ഉണ്ട്. ആ കാര്യം എന്താണെന്നറിയും? അതും ആത്മാവും ഒന്നായിക്കൂടെ? അങ്ങനെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുമ്പോൾ പ്രേതമുണ്ട്, ആത്മാവുണ്ട്, ഭൂതമുണ്ട് എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. എനർജിയെ എന്ത് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ കഴിയില്ല. നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ എനർജി എന്ത് ചെയ്യണം? ആ എനർജി എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിലനിൽക്കണ്ടേ? നിലനിൽക്കും. അപ്പം മനുഷ്യൻ്റെ കാര്യം എടുക്കുക. മനുഷ്യന് പുരുഷൻ്റെ ബീജം സ്ത്രീയുടെ അണ്ടവുമായി ചേരുമ്പോൾ കുഞ്ഞുണ്ടാവും. ഗർഭശിശു പിറക്കുവാണ്, അത് ഡെവലപ്ഡ് ആവുകയാണ്. അപ്പം ഈ പുരുഷൻ്റെ ലിംഗത്തിൽ നിന്ന് അല്ല പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന ദശലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒന്നാണ് ആ എനർജി സ്ത്രീയുടെ എനർജിയുമായി ചേരുമ്പോഴാണ് അവിടെ ഒരു കുട്ടി ഉണ്ടാകുന്നത്. ആ എനർജി അവിടെ നിലനിൽക്കുന്ന എനർജി ആണല്ലോ. അതെ. അത് മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായതല്ലോ. അല്ല. അപ്പോൾ ചിലർ പറയും ബീജം ഉണ്ടായതാണെന്ന് പറയും. ആ ബീജം ഉണ്ടായത് എങ്ങനെയാ? ഉണ്ടാക്കിയതാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടായതാണ്. ആ ഉണ്ടാകാനുള്ള സാധനങ്ങൾ നമ്മൾ കൊടുത്തതാണ്. ഇതിങ്ങനെ തലമുറയായി കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതാണ്. ഏതാ? ബീജം അല്ല, ഈ ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ എനർജി എന്ത് ചെയ്യാൻ പറ്റും? മണ്ണിലോ കുഴിച്ചിട്ടാലോ തീയിൽ കത്തിച്ചാലോ നശിക്കാൻ പറ്റില്ല. ആ എനർജി മറ്റെവിടെയെങ്കിലും പോയി ജനിക്കണം. എന്തോ വലിയ കാര്യം പറയാനുണ്ട്. ഇല്ല, ആ എനർജി മറ്റെവിടെയെങ്കിലും പോയി ജനിക്കണം. അത് ജനിക്കുന്നത് വരെ എന്ത് സംഭവിക്കും? അലഞ്ഞു നടക്കും. അതല്ലേ പറ്റൂ. എവിടെയെങ്കിലുമൊക്കെ പോയേ പറ്റൂ. ആ എനർജി എവിടെയെങ്കിലുമൊക്കെ പോയേ പറ്റൂ. അപ്പോൾ നമ്മുടെ ഗുരുപരമ്പര അതിന് വേണ്ടിയിട്ട് പല കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം മതത്തിൻ്റെതായ രീതി, ക്രൈസ്തവ മതത്തിൻ്റെതായ രീതി, ഹൈന്ദവ മതത്തിൻ്റെതായ രീതി, ബുദ്ധമതത്തിൻ്റെതായ രീതി, അത്തരത്തിൽ രീതിയിൽ മരണാനന്തര കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനകളോടെ ഈ ശവശരീരം അടക്കം ചെയ്യുമ്പോൾ ഈ ആത്മാവിന് ഒരു വഴി ഓർന്നു കൊടുക്കുന്ന കർമ്മങ്ങൾ പറഞ്ഞു. അതിൻ്റെയൊക്കെ ശാസ്ത്രീയ വശങ്ങളൊക്കെ വലിയ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരാൾ മരണപ്പെട്ടാൽ അടുത്തൊരു ജന്മം ഉണ്ടാകുന്നത് വരെ, പുനർജന്മം എന്ന് പറയുന്നതും പൂർവ്വജന്മം എന്ന് പറയുന്നതും ഒക്കെ സത്യസന്ധമായ കാര്യമാണെന്ന് ഒരു പക്ഷേ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതുവരെ അതിൻ്റെ ഒരു പ്രസൻസ് എന്തുണ്ടാവും? അവിടെ നിലനിൽക്കും. ആ മനുഷ്യൻ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ ഉണ്ടാകും. അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ പൂജാതി കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി അവയ്ക്ക് വേണ്ടുന്ന ഒരിടത്ത് കൊണ്ടുപോയി ഇരുത്തുന്നത്. അതിനൊക്കെ അതിൻ്റെതായ ശാസ്ത്രവിഷയമുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ പുരാണ കാലം തൊട്ട് ഇങ്ങോട്ടത് പിന്തുടർന്ന് വരേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ എന്തുണ്ട്? ആ എനർജി അവിടെ ഉണ്ട്. ആ എനർജിക്ക് നമുക്ക് എന്ത് വേണ്ടിയിട്ട് വിളിക്കാം? ആത്മാവ് എന്ന് വിളിക്കാം. ആ ആത്മാവിന് ശാന്തി കിട്ടിയില്ലെങ്കിൽ ആത്മാവ് എന്താവും? ദുരാത്മാവായി മാറും, പ്രേതമായി മാറും എന്നുള്ളതാണ്. പ്രേതമെന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ നിലത്ത് തൊടാത്ത കാലുകളും വെള്ളസാരിയും നീണ്ട മുടിയും കൂർത്ത ദൃഷ്ടിയും ഒക്കെ ആയിട്ട് ചോര കുടിക്കാൻ വരുന്നതല്ല. ഇത് ദോഷങ്ങളാണ് ഉണ്ടാക്കുക. ഇതൊന്നും അറ്റാക്ക് ചെയ്ത് കൊല്ലുമൊന്നുമില്ല. പേടിച്ച് മരിക്കുകയാണ് ആളുകൾ. പക്ഷേ ഞാൻ ഡോക്ടർ രാജനുമായിട്ട് എടുത്തൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് രണ്ട് ശരീരങ്ങളുണ്ടല്ലോ, ഒന്ന് സ്ഥൂല ശരീരവും ഒന്ന് സൂക്ഷ്മ ശരീരവും. ഈ സൂക്ഷ്മ ശരീരം തന്നെ രണ്ടാവും. അതിലൊന്ന് ഫാൻറ്റം എന്ന് പറയും, അതായത് ഇതിൻ്റെ ഒരു നിഴൽ. ഈ നിഴലാണ് അവിടെ നിലനിൽക്കുന്നത്. ബാക്കിയെല്ലാം എനർജി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും. എങ്ങോട്ട് പോകും? അതിന് ചുറ്റുള്ള എവിടെയെങ്കിലും ഇത് ഒരു കുഞ്ഞുമായിട്ട് ജനിക്കും. ഈ ഫാൻറ്റം അവിടെ നിലനിൽക്കും. ഈ ഫാൻറ്റം ഇല്ല. അതിനകത്ത് എനിക്ക് എതിർപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എനർജി മറ്റൊരിടത്ത് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ, ആ എനർജി മറ്റൊരു ഫോമിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കിയൊന്നും ശേഷിക്കില്ല എന്നുള്ളതാണ്. ശേഷിക്കൂ? ഇതിൻ്റെ നിഴൽ ശേഷിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ്. എനിക്കറിയില്ല അതിനെപ്പറ്റി. അതിൻ്റെ നിഴലെന്ന് പറയുന്നത് അതിൻ്റെ ഓർമ്മകളായിരിക്കാം. ഓർമ്മകൾ മരിക്കുന്നില്ലല്ലോ. ഇപ്പം ഞാൻ എൻ്റെ അപ്പൂപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം താമസിച്ചിരുന്ന വീട്ടിലുണ്ട്, അദ്ദേഹം വാങ്ങിയ വസ്തുവിലുണ്ട്, അദ്ദേഹം വെച്ച വീട്ടിലുണ്ട്, അദ്ദേഹത്തിൻ്റെ എന്തിലുണ്ട്, കയ്യൊപ്പ് ചാർത്തിയ ഓരോ പേപ്പർ കഷ്ണത്തിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുണ്ട്. അതിനായിരിക്കും ചിലപ്പോൾ നിഴലെന്ന് പറയാൻ സാധിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ മാസം നമ്മളൊരു യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്തൊരു വീട്ടിൽ പോയി. അവിടെ അവരുടെ മരണപ്പെട്ട മകൻ്റെ ആത്മാവ് അവിടെ ഉണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നതല്ല, അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. വലിയ കഥകളൊന്നും കേൾക്കാതെ അവിടെ ഷൂട്ടിന് പോയ എനിക്കും ആ ആത്മാവ് ഫീൽ ചെയ്തു. സോളിൻ്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്ലാൻ ചെയ്തായിരുന്നു അവിടെ പോയത്? എന്ത് അവിടെ ആ വീട്ടിലേക്ക്? അങ്ങനെ വീട്ടിൽ പോകുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. പൂർണ്ണമായ കഥകളൊന്നും അറിയണ്ടായിരുന്നില്ല. ഒരു മകൻ്റെ ആത്മാവ് നിലനിൽക്കുന്ന ഒരു വീട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അപ്പോൾ ആ വീട്ടിൽ പോയ കഥകൾ നമ്മൾ ആ ബാക്ക് മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടിൽ പോകുന്ന സമയത്ത്, കുട്ടുവെന്ന ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തോ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടായിരുന്നു. അവിടെ അവൻ്റെ റൂമിൽ കയറിയ സമയത്ത് എൻ്റെ സംസാരിക്കാൻ ശ്വാസം മുട്ടി. എനിക്കൊപ്പം ഉണ്ടായിരുന്നൊരു ക്യാമറാമാന് ദേഹാസ്വസ്ഥ ഉണ്ടായി. പിന്നീട് ഓഫീസിലൊക്കെ എത്തി കുറേ ദിവസങ്ങളോടെ നിലനിന്നു.
അവസാനം ആ ക്യാമറമാൻ ആവശ്യമായ ഹീലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് എന്തുണ്ടായത്, പുള്ളി മെൻ്റലി ഒന്ന് ഓക്കെ ആയി വന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ മാറി വന്നത്. ഈ ഈ ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മളുമായി ബന്ധമുള്ള ഒരുപാട് ഹീലേഴ്സും നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കുറേയധികം ദൈവസിദ്ധിയുള്ള ആളുകളുമൊക്കെ നമ്മളെ വിളിച്ചിട്ട് രോഹിത് ഇങ്ങനെ എവിടെയെങ്കിലും പോയിരുന്നോ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ആ വീട്ടിൽ രാത്രി കാലങ്ങളിൽ ഒരു 12 മണി കഴിഞ്ഞാൽ ടി വിയുടെ മുന്നിൽ ആരും ഇരിക്കാൻ പറ്റില്ല. പല അസ്വസ്ഥതകളുണ്ട്, ഒരു ബെഡ്റൂമിലേക്ക് പോകേണ്ടി വരും. അതിനുശേഷം ഈ ആത്മാവ് ടി വി കാണാൻ വരുന്നു എന്നുള്ളതാണ്. ഫ്രിഡ്ജ് തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. ശരിക്കും ഇത് സംഭവിക്കുന്നതായിരിക്കും. ഇത് ഫീൽ ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ ആ ചോദ്യത്തിന് എന്തർത്ഥമാണുള്ളത്? അവിടെ ഒരാളുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റിയാൽ. നമ്മൾ ഈ പാരാസൈക്കോളജിസ്റ്റുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ സോളിൻ്റെ സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ ചെറിയ സ്മെല്ല് വരുന്ന പറയുക, ആത്മാവ് കടന്നു വരുമ്പോൾ, എനർജി കടന്നു വരുമ്പോൾ ചെറിയൊരു ഗന്ധമുണ്ടാവും അന്തരീക്ഷത്തിൽ. അത് ഞാൻ കേട്ടു. എന്നിട്ട് നമ്മളെക്കാൾ കൂടുതൽ ഈ വൈബ്രേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നത് നാൽക്കാലി മൃഗങ്ങൾക്കാണ്, അല്ലെങ്കിൽ പക്ഷികൾക്കാണ്, മനുഷ്യനല്ലാത്ത വരുന്ന ജീവികൾക്കാണ്. ഈ സ്മെല്ല് എനിക്ക് വന്ന സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന, പുറത്തുണ്ടായിരുന്ന ഒരു 4-5ഓളം വിദേശത്ത് കൊണ്ടുവന്ന തത്തകളുണ്ട്. ഈ തത്തകൾ ആ പയ്യൻ്റെ പേര് വിളിച്ചു. അപ്പോൾ എൻ്റെ പേര് വെച്ചാൽ ആ പയ്യൻ വളർത്തിയിരുന്ന തത്തകളാണ്. അതുപോലെ മിണ്ടാതിരുന്ന തത്തകൾ ആ പേര് വിളിച്ചു. ഇതെല്ലാം ഒരേ സമയത്ത് സംഭവിച്ചതാണ്. പിന്നീട് ആ വീട്ടിൽ നിൽക്കണമെന്ന് പറ്റില്ല, ഇറങ്ങി ഓടാനാണ് പോയി. ഇറങ്ങി ഓടി വണ്ടിയിൽ കയറിയപ്പോൾ എൻ്റെ അമ്മ ഒന്ന് വീണ്ടും സംസാരിച്ചു. ഇതിന് ശേഷം ഇത് കുട്ടിയുടെ അച്ഛൻ വിളിച്ചിട്ട് കുറേ നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് മിണ്ടാണ്ട് കേട്ടിരിക്കാനേ പറ്റുള്ളൂ. എന്തിനായിരിക്കും നിങ്ങൾ അവിടെ പോയത്? ആരോ കൊണ്ടുപോയതാണ്. അതിനെന്തെങ്കിലും സംസാരിക്കാൻ കണ്ടില്ലേ നിങ്ങളോട്? അതെനിക്കറിയില്ല. ആ വിഷയത്തിലേക്ക് നമുക്ക് പോവുകയും വേണ്ട. ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഇനിയും നമ്മളവിടെ പോകും, ഇനിയും കാര്യങ്ങൾ സംസാരിക്കുമെന്ന് തന്നെയാണ് വിശ്വസിച്ച് പോകുന്നത്. നമുക്ക് ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം ഈ മരണാനന്തര കർമ്മങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ പറയുന്നത് ഈശ്വരനുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി മരണപ്പെടില്ലായിരുന്നു, അത്രയ്ക്ക് പ്രിയപ്പെട്ടവനായിരുന്നു അവർക്ക്. അതുകൊണ്ട് തന്നെ ഈശ്വരന് വേണ്ട കർമ്മങ്ങളൊന്നും അവർ ചെയ്യില്ല എന്നാണ് ആ കുടുംബം വാശി പിടിക്കുന്നത്. ഓരോ മരണങ്ങൾക്ക് ശേഷവും ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് വേറൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇതൊരു പക്ഷേ മനസ്സിൻ്റെ പ്രശ്നമാകാം, മനസ്സിൻ്റെ തോന്നലുകളാകാം. അപ്പോൾ ആ മനസ്സിൽ ഈ ആത്മാവിന് ശാന്തി ലഭിച്ചു, ഈ ആത്മാവിന് ഇല്ല എന്ന തോന്നലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കർമ്മങ്ങളും ക്രിയകളും ഒക്കെ ചെയ്യുന്നത്. അത് ചെയ്യാതിരിക്കുന്ന സമയത്താണ് മാനസികമായി ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇതൊന്നും ബാധിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്, മനസ്സിന് പവറുള്ള, ഒന്നിനെയും വിശ്വസിക്കാത്ത ഒരു കൂട്ടം ആളുകൾ. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഞാൻ പറയട്ടെ, ഏറ്റവും പോസിറ്റീവായ സ്ഥലവും നെഗറ്റീവായ സ്ഥലമുണ്ട്. രാഹുലിന് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണമെന്ന് തോന്നലുണ്ടായാൽ ആ വീട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സ്ഥലമാണ്. അത് തന്നെ ആഗ്രഹിക്കുന്നു, താൻ അതിനെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും നെഗറ്റീവായുള്ള സ്ഥലമാണ്. ഒരു സ്ഥലത്ത് ചെല്ലുന്നു, ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇറങ്ങി പോകാനുള്ള തോന്നലുണ്ടായാൽ അത് ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സ്ഥലമാണ് അതെനിക്ക്. മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു സംഭവം, ഈ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനും നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും വലിയ മാർഗ്ഗങ്ങളുണ്ട്. എന്താണ് പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ? നമ്മുടെ ബെഡ്റൂമിൽ എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ചെയ്യുന്നത് അലക്കാനുള്ള തുണികൾ സൂക്ഷിക്കാതിരിക്കുക, ബെഡ്റൂമിലെ ബെഡ്ഷീറ്റുകൾ വൃത്തിയായി സൂക്ഷിക്കുക, അവിടെ മേശകളുണ്ടെങ്കിൽ മേശയുടെ പുറത്ത് സാധനങ്ങൾ അടുക്കി പറയുക, എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തൂത്തുടച്ചിടുക. അങ്ങനെയുള്ള വീടുകൾ കയറി ചെല്ലുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. അതേസമയം വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ നെഗറ്റീവായി മാറുന്നുള്ളതാണ്. അല്ല, ഇതെല്ലാം എവിടെയെങ്കിലും വെക്കാൻ വേണ്ടി നമുക്കൊരു നെഗറ്റീവ് റൂം വേണ്ടേ? അങ്ങനെ ആണെങ്കിൽ അതിന് അവിടെയല്ലല്ലോ താമസിക്കുന്നത്, അതിനകത്ത് കയറി കിടക്കുന്നില്ലല്ലോ, അതിനകത്ത് കയറി പാചകം ചെയ്യുന്നില്ലല്ലോ, അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങുന്നില്ലല്ലോ. അല്ല, എന്നാലും അപ്പോൾ ആ ഒരു ഭാഗം നെഗറ്റീവ്. ഞാനൊരു സാധനം കാണിച്ചു തരട്ടെ, ആ ഭാഗം നെഗറ്റീവ് ആയിക്കോട്ടെ. ഇത് രുദ്രാക്ഷമാണ്. ഓക്കെ, ഇതൊരു വെള്ള പേപ്പറല്ലേ, വൃത്തിയുള്ള പേപ്പറല്ലേ? അതെ. അല്ല, ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഞാൻ കള്ളത്തരം കാണിക്കും. അത് നോക്കിക്കോണം, എൻ്റെ കൈ മൂവ് ചെയ്യുന്നോ നോക്കിക്കോണം. ഇതെങ്ങനെ കറങ്ങി? ഏത് ഡയറക്ഷനില്ല? ക്ലോക്ക്വൈസ്. ഞാൻ കറക്കിയതാണോ? എൻ്റെ കൈ അനങ്ങുന്നുണ്ടോ? കൈ അനങ്ങുന്നില്ല. കൈ അനങ്ങുന്നില്ല. ഞാൻ കറക്കിയതാണോ? അല്ലായിരിക്കാം. നോക്കിക്കോ. എൻ്റെ വിരൽ അനങ്ങുന്നുണ്ടോ? കൈ അനങ്ങുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ക്ലോക്ക് വൈസിലല്ലേ കറങ്ങി. അതിനെ ചുരുട്ടി
ഒരു പേപ്പർ എടുത്ത് ചുരുട്ട്. ചുരുട്ടി ഇവിടെ നോക്ക്. എങ്ങനെ ഇറങ്ങുന്നത്? ആന്റി ഗ്ലൂക്കോസ്. എന്തുകൊണ്ടാ? തോന്നലാകില്ലേ? ഞാൻ ചെയ്താണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. വേണമെങ്കിൽ രാഹുൽ ചെയ്ത് നോക്കും. ആ വെള്ള പേപ്പറൊക്കെ ഇപ്പം എങ്ങനെ ഇറങ്ങുന്നത്? ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ്. ഇങ്ങോട്ടാ മൂവ്മെൻറ്റ്? ആന്റി ഗ്ലൂക്കോസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. സീരിയസ്ലി രുദ്രാക്ഷത്തിനൊരു പവർ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. രുദ്രാക്ഷം വേണമെന്നൊന്നുമില്ല. ഒരു പെൻഡുലം ആണെങ്കിൽ പോലും ഇതെങ്ങനെയൊക്കെ ഇറങ്ങുള്ളൂ. അതാണ് ഒരു എനർജി ഫ്ലോയുടെ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ഇതെനിക്ക് ഞാൻ കണ്ടുപിടിച്ചു തന്നിട്ട് എനിക്കത് കാണിച്ചു തന്നതാണ്. എനിവേ ഇത്രയേ ഉള്ളൂ. ശുദ്ധമായിരിക്കുന്ന മനസ്സിൽ പോസിറ്റിവിറ്റി ഉണ്ടാവും. ദുഷ്ടചിന്തകൾ ഉണ്ടാകുന്ന മനസ്സിൽ എന്തുണ്ടാവും? നെഗറ്റിവിറ്റി ഉണ്ടല്ലോ. ആ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ എനർജി, ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊരാൾ എന്നോട് പറഞ്ഞതാണ്, ഒരാൾ മരണപ്പെട്ടു, അത് അച്ഛനാകട്ടെ, മകനാകട്ടെ, അമ്മയാകട്ടെ, ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായി മരണപ്പെട്ട് കഴിഞ്ഞ് ഇതൊക്കെ ശത്രുക്കളാണ്. അതിനെ കൂടെ നിർത്തരുത്. അതിന് വേണ്ട മുക്തി കൊടുത്ത് വിടുക എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് ഇവർ വികാരങ്ങളോ ഫീലിങ്സോ ഒന്നുമില്ല. അവരെ സംബന്ധിച്ചുള്ള അവരവരുടെ ആഗ്രഹങ്ങൾ തീരാതെ മരണപ്പെട്ട ഒരു ആത്മാവാണ്. ഇവരെവിടെയെങ്കിലും കയറി കൂടാനുള്ള ഒരു ഓട്ടത്തിലാണ്. ഈ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഓരോ പ്രശ്നങ്ങളായി, രോഗങ്ങളായി ഭവിക്കുന്നത്, ഒക്കെ വഴിമാറി വരുന്നത് എന്നുള്ളതാണ്.